ഹായ് ഓൾ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ കൺസോൾ ആപ്ലിക്കേഷൻ ആണ്. സോ വാട്ട് ഈസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്? സോ ഫസ്റ്റ് ഞാൻ റീഡിംഗ് എന്താണെന്ന് വ്യക്തമാക്കി തരാം. സോ റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഓക്കെ വാട്ട് ഈസ് യുവർ നെയിം? ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടതാണ്, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കണ്ടതാണ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തത്. ഓക്കെ, ആ സമയത്ത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ കൊടുക്കുകയാണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ റെസ്പോൺസ് ആയിട്ട് എങ്ങനെ ഇതാണ് എൻ്റെ പേര് എന്ന് എങ്ങനെ ആ കോഡിൽ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. സോ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൺസോൾ. അതാണ് കൺസോൾ ഡോട്ട് റീഡ് ലൈൻ. ഓക്കെ, കൺസോൾ ഡോട്ട് റീഡ് ലൈൻ. ഓക്കെ, കൺസോൾ ഡോട്ട് റീഡ് ലൈനും റീഡും നമുക്ക് കൺസോൾ ഡോട്ട് റീഡ് ലൈൻ ഓർ കൺസോൾ ഡോട്ട് റീഡ്, ഇത് നമുക്ക് ഒരു ഇൻപുട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കൺസോൾ ആപ്ലിക്കേഷനിൽ. സോ കൺസോൾ ഡോട്ട് റീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടർ അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതേസമയം കൺസോൾ ഡോട്ട് റീഡ് ലൈൻ ആണെങ്കിൽ അത് സ്ട്രിംഗ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ കേസിലാണെങ്കിൽ വാട്ട് ഇസ് യുവർ നെയിം എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ കൺസോൾ ഡോട്ട് റീഡ് ലൈൻ ആയിരിക്കും കൊടുക്കുക. അതുപോലെ ഏജിനും നമ്മൾ കൺസോൾ ഡോട്ട് റീഡ് ലൈൻ കൊടുക്കുന്നതായിരിക്കും. സോ റൈറ്റിംഗ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്, കഴിഞ്ഞ സെഷനിൽ കണ്ടാണ്. സോ കൺസോൾ ഡോട്ട് റൈറ്റും കൺസോൾ ഡോട്ട് റൈറ്റ് ലൈനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ അതിന്റെ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എന്നാണെന്നുണ്ടെങ്കിൽ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ കൊടുത്തു, ഓക്കെ ഹലോ വേൾഡ് എന്ന് കൊടുത്ത് അതിന്റെ കേഴ്സർ അടുത്ത ലൈനിലേക്ക് മൂവ് ആവും. അതേസമയം കൺസോൾ ഡോട്ട് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കേഴ്സർ അവിടെ തന്നെ ആയിരിക്കും, അതേ ലൈൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ മൂവിങ് ഓൺ. നമ്മൾ അടുത്ത സെഷൻ, അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ അടുത്ത പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി മനസ്സിലാവുന്നതായിരിക്കും. സോ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ദർ ആർ ടു വേസ് ടു റൈറ്റ് ടു എ കൺസോൾ. വൺ ഈസ് കൺകാറ്റിനേഷൻ ആൻഡ് അനദർ വൺ ഈസ് പ്ലേസ് ഹോൾഡർ സിൻടാക്സ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിലൂടെ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകുന്നു. സോ ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ സിനറി എടുക്കുന്നു. വാട്ട് ഈസ് യുവർ നെയിം എന്ന് കൊടുക്കുന്നു. വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ, സോ ഇത് നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോയിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പ്രിന്റ് ആവുന്നു. സോ ഇവിടെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ നെയിം ഇത് പ്രോഗ്രാമിന് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ആ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൺസോൾ ഡോട്ട് റീഡ് ലൈൻ ഉപയോഗിക്കുക. സോ കൺസോൾ ഡോട്ട് റീഡ് ലൈൻ, റീഡ് അല്ല റീഡ് ലൈൻ. ഓക്കെ, റീഡ് ലൈൻ കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സ്ട്രിംഗ് ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനൊരു ഡെഫിനിഷൻ പോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരുന്നത് റീഡ്സ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്ട്രിംഗ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ട്രിംഗ് നെയിം വേരിയബിൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് നമ്മൾ പിന്നീടുള്ള സെഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആകെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നിങ്ങളുടെ നെയിം ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നെയിം നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, നിങ്ങളുടെ നെയിം ഇപ്പൊ ആദം എന്നാണെന്നുണ്ടെങ്കിൽ ആദം എന്ന് നമ്മൾ ഈ കൺസോൾ ഡോട്ട് റീഡ് ലൈനിലൂടെ നമ്മൾ അത് കൊടുക്കുന്നു. പക്ഷെ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ടേ? ഇത് നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെയിം എന്ന് പറയുന്ന വേരിയബിൾ എടുത്തേക്കുന്നത്. വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു നെയിം സ്റ്റോർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് മാത്രം, ഡേറ്റ സ്റ്റോറേജിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒരു സാധനമാണെന്ന് മാത്രം വിചാരിക്കുക ഇപ്പോൾ. ഓക്കെ, സോ ഇതാണ് സ്ട്രിംഗ് നെയിം ഈക്വൽ ടു കൺസോൾ ഡോട്ട് റീഡ് ലൈൻ. സോ ഇനി നമുക്കത് പ്രിന്റ് ചെയ്യണ്ടേ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് യുവർ നെയിം ഈസ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ദർ ആർ ടു വേസ് ടു റൈറ്റ് ഇൻ എ കൺസോൾ. വൺ ഈസ് കൺകാറ്റിനേഷൻ ആൻഡ് അനദർ വൺ ഈസ് പ്ലേസ് ഹോൾഡർ സിൻടാക്സ്. ഇവിടെ നമ്മൾ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കൺകാറ്റിനേഷൻ ആണ്. പ്ലസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടുത്തെ വേരിയബിളിന്റെ നെയിം ഇവിടെ കൊടുക്കുന്നു. നെയിം ഓർക്കുക, എപ്പോഴും ഈ വേരിയബിള് ഈ ഡബിൾ കോഡ്സിന്റെ അകത്തായിരിക്കരുത്, പുറത്തായിരിക്കണം. അകത്താണെങ്കിൽ അത് യുവർ നെയിം ഈസ് നെയിം എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പൊ നെയിം ഇവിടെ കൊണ്ടായിട്ട് കഴിഞ്ഞാൽ യുവർ നെയിം ഈസ് നെയിം. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നെയിം എന്ന് പറയുന്നത് ഡബിൾ കോഡ്സിന്റെ അകത്താണെങ്കിൽ അതൊരു സ്ട്രിംഗ് ആയിട്ട് എടുക്കുകയുള്ളൂ, പുറത്താണെങ്കിൽ അതിന്റെ വേരിയബിൾ ഇവിടെ പീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. സോ ഫസ്റ്റ് വാട്ട് ഈസ് യുവർ നെയിം, എന്നിട്ട് അതിന്റെ കേഴ്സർ അതിന്റെ അടിയിൽ വരുന്നതായിരിക്കും. സോ അവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ പേര് കൊടുക്കുക. ഓക്കെ, നമുക്കൊന്ന്
ഓക്കെ, ഇങ്ങനെ കൊടുത്തു. നമുക്കിപ്പോൾ പ്രോഗ്രാമും കാണാം. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, ഇവിടെ നമ്മൾ ആദം എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ ഇത് റൈറ്റ് ചെയ്യുന്നതാണ്, അതായത് പ്രിന്റ് ചെയ്യുന്നതാണ്. യുവർ നെയിം ഈസ് ആദം എന്ന് വന്നു. ഓക്കെ, ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺകാറ്റിനേഷൻ ആണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കൺകാറ്റിനേഷൻ പ്രിഫർ ചെയ്യുന്നവർക്ക്, ഇതാണ് എളുപ്പമെന്ന് തോന്നുന്നവർക്ക് ഇത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേസ് ഹോൾഡർ സിൻടാക്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് മെത്തഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പ്ലേസ് ഹോൾഡർ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 0 ഇട്ട് കൊടുക്കുക, ഇനി ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കുക, പിന്നെ ഈ വേരിയബിൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം റൺ ചെയ്യുക. പിന്നെയും വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. അവിടെ നമ്മൾ കൊടുക്കുന്ന നെയിം കോഡ് കാണത്തക്ക രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, യുവർ നെയിം ഈസ് ആദം. സോ രണ്ടും വർക്കായിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ കോഡ് എഴുതുമ്പോൾ. ഓക്കെ, സോ ഇപ്പം നമുക്കിവിടെ ഫുൾ നെയിം കൂടെ കൊടുത്ത് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നെയിം കുറച്ചുകൂടെ മീനിങ് ഫുൾ ആവാൻ വേണ്ടി ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. ഫസ്റ്റ് നെയിം. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫുൾ നെയിം, ഇല്ല ഫസ്റ്റ് നെയിം, ഫസ്റ്റ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു കുറച്ചുകൂടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ ലാസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ, സോറി, ഒരുമിച്ച് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ലാസ്റ്റ് നെയിം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺകാറ്റിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അല്ല, കൺകാറ്റിനേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഇത് വേണ്ട, പ്ലേസ് ഹോൾഡർ വേണ്ട, പകരം ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്താ എറർ വരുന്നത് മനസ്സിലായി കാണുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വേരിയബിൾ ഇല്ല. സോ ഇവിടെ നോക്കിയാൽ ദ നെയിം ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ കറന്റ് കോണ്ടെക്സ്റ്റ്. സോ ഇവിടെ നെയിം മാറ്റിയിട്ട് ഫസ്റ്റ് നെയിം കൊടുക്കുക, ഫസ്റ്റ് നെയിം. കാരണം ഇവിടെ ഫസ്റ്റ് നെയിം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇനി യുവർ നെയിം ഈസ് ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. കാരണം ഇത് രണ്ടും രണ്ട് വേരിയബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഇത് കൺകാറ്റിനേഷൻ ഇതിൽ ഒരുമിച്ച് ആവാൻ വേണ്ടിയിട്ട് ഇത് ആക്കുന്നതാണ്. ഓക്കെ, യുവർ നെയിം ഈസ് ഓക്കെ. നമുക്ക് നോക്കാം ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഇതാണ് എറർ വരുന്നത്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സിൻടാക്സ് എറർ എക്സ്പെക്റ്റഡ്. ഒന്നെങ്കിൽ നമുക്ക് ഒരു ഗ്യാപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ പ്ലസ് ഇടുക, ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാരണം നിങ്ങളാണ് പ്രോഗ്രാം എഴുതുന്നത്. സോ റൺ ചെയ്ത് കഴിഞ്ഞു. റൺ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് നെയിം ചോദിക്കും. ഓക്കെ, അവിടെ നമ്മൾ ആദം എന്ന് കൊടുത്തു. വാട്ട് ഈസ് യുവർ ലാസ്റ്റ് നെയിം, ജോൺ കൊടുത്തു. ഓക്കെ, യുവർ നെയിം ഈസ് ആദം ജോൺ. ഉണ്ടല്ലോ, കറക്റ്റാണ്. സോ ഇതുപോലെ തന്നെ പ്ലേസ് ഹോൾഡർ സിൻടാക്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലസ് ഒക്കെ വേണം. പ്ലസ് വേണ്ട, കോമ ഇട്ട് കൊടുത്തു. ഇവിടെ ഒരു 0 ഇത് 1 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി പ്ലസിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ഒരു കോമ ഇട്ട് കൊടുത്താൽ മതി. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുവഴി അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇത് റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നെയിം വെച്ച് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് നെയിം ജോൺ, യുവർ നെയിം ഈസ് ആദം ജോൺ. ആ കോമ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ സെഷൻ നമ്മൾ ലേൺ ചെയ്തത്. നമ്മൾ എങ്ങനെ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ റീഡ് ആൻഡ് റൈറ്റ് പെർഫോം ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. സോ അതുപോലെ തന്നെ C# ഈസ് കേസ് സെൻസിറ്റീവ്. ഇതിപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് നെയിം ഒന്നുണ്ട്. ഇവിടെ നമ്മളൊരു വേരിയബിൾ ലാസ്റ്റ് നെയിം കൊടുത്തു. അപ്പോൾ ഓക്കെ, ലാസ്റ്റ് നെയിമിന് നമുക്ക് എങ്ങനെ ഒന്നും കൊടുക്കാം എന്ന് പോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് നെയിം കൊടുത്തേക്കരുത്. എങ്ങനെയാണോ അവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ
ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് ഇവിടെയും പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എറർ അടിക്കും. അതുകൊണ്ട് സി ഷാർപ്പ് ഈസ് കേസ് സെൻസിറ്റീവ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ അതുപോലെ തന്നെ ആയിരിക്കണം കൊണ്ടിടേണ്ടത്. നമുക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, യുവർ നെയിം സ്ട്രിങ്ങിന്റെ അകത്ത് എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളും കാര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് എറർ അടിക്കുന്ന കമ്പൈലർ എറർ വരുന്നതായിരിക്കും. സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കീപ് ട്രൈയിങ്. ഇത് ഒരു 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 തവണ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് തന്നെത്താൻ ചെയ്ത് നോക്കുക. So hope you all got it. So see you on next session.